കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് മധ്യയിലേക്കൊന്ന് പോകണം എന്നുള്ളത്. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്ന സമയത്താണ് നമ്മൾ ലാസ്റ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ജൂലൈ 2025 നമ്മൾ പോയത്. ആ സമയത്ത് പോലും നമുക്ക് അത്യാവശ്യം പച്ചപ്പും പിന്നെ കുറച്ച് വെള്ളമൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് വെള്ളമൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോയത്. അത്രയ്ക്കൊന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാനും കുളിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യമുള്ള ഏരിയ വരുന്നത് റോള ഫാംസിന്റെ പിൻഭാഗത്തായിട്ട് കുറച്ച് വാദിയൊക്കെ പോകുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെയാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ആ റോള ഫാംസും ആ ഒരു വാദിയൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഫാം ഒന്നും വിസിറ്റ് ചെയ്തിട്ടില്ല, നേരെ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഒമാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ്ലൈൻ മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ പോകണം. ബോർഡർ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ റോമിങ്ങിലോട്ട് പോകും. ഒമാൻ്റെ ഭാഗമാണെങ്കിൽ നമ്മൾ UAE നിന്ന് മധ്യയിലേക്ക് പോകുമ്പോഴത്തേക്ക് ബോർഡർ ചെക്കിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വിസയും പാസ്പോർട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കയ്യിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ വിസിറ്റ് വിസയിലുള്ളവർക്കും ഒക്കെ പോകാവുന്നതാണ്. മദ്ദ റോള ഫാംസ് ആണ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ലൊക്കേഷനായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഷാർജ മാരിടൈം അക്കാഡമി കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്, റൈറ്റിലേക്ക് മദ്ദ എന്ന് പറഞ്ഞിട്ട്. കുറച്ചുകൂടി മുന്നിലോട്ട് പോയിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ നിന്ന് തന്നെയാണ് ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് മൊബൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ റോമിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഈ ഒരു റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പെട്രോൾ സ്റ്റേഷനും അതിനോട് ചേർന്നിട്ടൊരു ഫുഡ് സ്ട്രീറ്റും ഉണ്ട്. ഇവിടുത്തെ ഈ ഒരു ഫുഡ് സ്ട്രീറ്റിൽ ഈവനിങ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം UAE നിന്ന് ആൾക്കാർ വരാറുണ്ട്. വൈകുന്നേരം 5 മണി മുതൽ വെളുപ്പിന് 3 മണി വരെയാണ് ഈ ഒരു ഫുഡ് സ്ട്രീറ്റ് ആക്റ്റീവായിട്ടുണ്ടാവുക. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മദ്ദ ബോർഡറിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഫാമുകളുടെ ഏരിയയിൽ എത്താൻ എടുക്കുന്നത്. ഇപ്പം നേരെ പോകുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് വരാറുണ്ട്. ആ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ ഫാമിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ഭാഗത്തായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒരു കച്ച റോഡ് പോകുന്നുണ്ട്. ആ ഒരു റോഡ് വഴിയാണ് നമ്മൾ ഈ ഒരു വാദിയുടെ ഏരിയയിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ സെഡാൻ കാറുകളൊക്കെ ആണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കല്ലൊക്കെ നിറഞ്ഞ റോഡാണ്. നന്നായിട്ട് വെള്ളമുള്ള സമയമാണെങ്കിൽ ഈ കാണുന്ന ഭാഗമൊക്കെ വാതി പോകുന്ന ഏരിയ തന്നെയാണ്. ഇതിലെ കൂടി വെള്ളം ഒലിച്ചു പോയിട്ടാണ് നേരെ ആ ഒരു ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. പിന്നെ ഈ പോകുന്ന വഴിക്ക് തന്നെ ഈ ഒരു വാദിയോട് ഫേസ് ചെയ്തിട്ട് കുറച്ച് ഫാം സ്റ്റേകളൊക്കെ നമ്മൾ ലാസ്റ്റ് ടൈമും കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നാണ് അവിടെ നിന്ന് കയറണം എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇവിടുത്തെ ഒരു ഫാം സ്റ്റേയിൽ കയറിയിട്ട് അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി നമ്മൾ ഡ്രൈവ് ചെയ്ത് തന്നെയാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം നമ്മൾ നടന്ന് തന്നെ പോകണം. അത്യാവശ്യം പാറക്കെട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെയൊക്കെ കുറച്ചിങ്ങനെ വെള്ളം മുമ്പ് വരുമ്പോഴും അത്യാവശ്യം ഇങ്ങനെ കെട്ടി കിടക്കുന്ന വെള്ളമാണ്. അവിടെ ഒന്നും അധികം ഇറങ്ങാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് കുറച്ചൊന്ന് ഇറങ്ങാനൊക്കെ പറ്റിയ വെള്ളം കിട്ടാറുള്ളൂ. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ അതുവരെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയിരുന്നത്. പിന്നെ നൈറ്റ് സ്റ്റേ ഒക്കെ പ്ലാൻ ചെയ്ത് വരുന്നവരാണെങ്കിൽ ഈ ഒരു ടേണിംഗ് എടുക്കാണ്ട് ഈ ഒരു മദ്ദ റോള ഫാംസിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മദ്ദ ഡാം വരുന്നുണ്ട്. അവിടേക്ക് പോകുന്നവർ മദ്ദ ഡാം തന്നെ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വരുന്നത് തന്നെയായിരിക്കും നല്ലത്. അവിടെയാണെങ്കിൽ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഏരിയ ഉണ്ട്, ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉള്ള ഏരിയ. പക്ഷെ അവിടെ പാർക്കിങ്ങിന് അഡീഷണൽ ചാർജ് വരുന്നുണ്ട്. കുറച്ചുകൂടെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ ഒഴുകുന്ന വെള്ളം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ലാസ്റ്റ് ടൈം വന്നതിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ശരിക്കും ഇങ്ങനെ പുല്ലൊക്കെ നിറഞ്ഞിട്ട് അങ്ങോട്ട് കയറാനുള്ള വഴിയൊക്കെ കുറച്ചിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ കഴിഞ്ഞ സാറ്റർഡേ 27 ഡിസംബറിനാണ് ഇവിടേക്ക് പോയിരുന്നത്. സെയിം ഡേ തന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഡാമിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ തീരെ വെള്ളമില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ അത്യാവശ്യം പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഇവിടെ വെള്ളമില്ലെങ്കിലും നമുക്ക് ഫാമൊക്കെ ഒന്ന് കണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു ഡ്രൈവ് ആയിട്ടാണ് പോയത്. എന്തായാലും ഇവിടെ നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ താഴ്ന്ന അത്യാവശ്യം ഇങ്ങനെ മുകളിലോട്ട് കയറി വന്നാൽ മാത്രമേ ഇവിടേക്ക് എത്തത്തുള്ളൂ. വെള്ളം കുറച്ച് തന്നെ ഉള്ളെങ്കിൽ നന്നായിട്ട് തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് വെള്ളച്ചാട്ടമൊന്നും വിളിക്കാൻ പറ്റില്ല, എന്നാലും ഒരു കുട്ടി വെള്ളച്ചാട്ടം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാറകെട്ടിൽ നിന്ന് ചാടി വരുന്ന ഒരു ഏരിയയാണ് വരുന്നത്. നല്ല വഴുക്കുണ്ട്. ഈ കല്ല് എൻ്റെ ലെഫ്റ്റ് കല്ല് ഒറ്റ കല്ല് വഴുക്കുണ്ട്. നല്ല വഴുക്കലോ നമ്മൾ നല്ല ഉച്ച സമയത്താണ് എത്തിയതെങ്കിലും വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഇവിടെ തൊട്ടടുത്തൊന്നും നമ്മൾ അങ്ങനെ അധികം റെസ്റ്റോറൻറ്റ് കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ കോർഫക്കാൻ പോകുന്ന റോഡ് തിരിച്ചങ്ങോട്ട് പോയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. പിന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിലും ഹാപ്പി എന്ന മട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ ഒക്കെ ഒന്ന് ആസ്വദിക്കാം. ഇല്ലെങ്കിൽ ഇവിടെ ഒന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാം. മാത്രമൊക്കെ തന്നെ നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ വെള്ളം ഒഴുകുന്ന ഭാഗമായതുകൊണ്ട് ഇവിടുത്തെ കല്ലുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പല കളറിലും അതുപോലെ പല ഷേപ്പിലും ഒക്കെ ഉള്ളത് കണ്ടപ്പോഴത്തേക്ക് ഞാനും പിള്ളേരും കൂടെ കുറച്ച് നേരം കല്ലൊക്കെ പെറുക്കി കളിച്ചു. പിന്നെ നാട്ടിലെ പിള്ളേരെയൊക്കെ ഇങ്ങനെ പാടത്തും പറമ്പത്തും കൊണ്ട് ഫുഡ് കൊടുക്കുന്ന പോലെ അവിടെ നിന്ന് ഫുഡും ഒക്കെ കഴിച്ചിട്ട് പതുക്കെ നമ്മൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ടായി. ഇവിടുന്ന് റോള ഫാംസിലേക്കോ അല്ലെങ്കിൽ ഡാമിലേക്കോ ഒക്കെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളിപ്പം ഉള്ളിലേക്ക് ഡ്രൈവ് ചെയ്തിരിക്കുന്ന ആ ഒരു കച്ചാ റോഡ് ഫുള്ളായിട്ട് നമ്മൾ തിരിച്ചു പോയിട്ട് ആ ഒരു ഭാഗത്തു നിന്ന് റൈറ്റിലേക്കാണ് പോവേണ്ടത്. പോകുന്നതിന് മുന്നേ ഒരു ഫാമെങ്കിലും കണ്ടേക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ എക്സിറ്റിൻ്റെ ഭാഗത്തായിട്ടുള്ള ഒരു ഫാമിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമുക്ക് അവിടുത്തെ കെയർ ടേക്കർ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കറിവേപ്പിൻ്റെ തൈയും പിന്നെ ഞാറയുടെ തൈയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വെള്ളം തേടിയിട്ടുള്ള യാത്ര ഒരു ചെറിയ അഡ്വഞ്ചർ ഡ്രൈവും അതുപോലെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടവും കുഞ്ഞു ഫാമും വിസിറ്റും ഒക്കെ ആക്കി നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നേരെ തിരിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ കോർഫക്കാൻ പാർക്കൊക്കെ ഉണ്ട്. അവിടെ ഒന്നും നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഡ്രൈവ് ഉദ്ദേശിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല ഹാപ്പി ആയിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.